വഖഫ് നിയമ ഭേദഗതി മുസ്ലിം ന്യൂനപക്ഷത്തെ കടന്നാക്രമിക്കാൻ വേണ്ടിയാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ. വഖഫ് ഭേദഗതി നിയമം മുസ്ലിം ന്യൂനപക്ഷത്തെ കടന്നാക്രമിക്കാൻ വേണ്ടിയാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ പറഞ്ഞു. EK ഇമ്പിച്ചുബാവ അനുസ്മരണ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSSന്റെ കൃത്യമായ അജണ്ടയ്ക്കനുസരിച്ച് രൂപപ്പെട്ട നിയമമാണിത്. മുനമ്പത്തിനു വേണ്ടിയാണ് വഖഫ് നിയമ ഭേദഗതി എന്നത് തെറ്റിദ്ധരിപ്പിക്കലാണ്. മുനമ്പം വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുക സംസ്ഥാന സർക്കാരിനാണ്. മുനമ്പത്തെ ഒരാളെയും കുടിയൊഴിപ്പിക്കില്ലെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ ശേഷിയുള്ള സർക്കാരാണ് കേരളത്തിലേതെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രിസ്തീയ വിശ്വാസികളെ മുസ്ലിം വിരുദ്ധരാക്കുന്ന അജണ്ട RSS കേരളത്തിൽ നടപ്പാക്കുന്നു. ഇത് ക്രിസ്ത്യൻ സമൂഹം തിരിച്ചറിയണം. ഇപ്പോൾ മുസ്ലിങ്ങളാണ് ശത്രുപക്ഷത്തെങ്കിൽ നാളെ അത് ക്രിസ്ത്യാനികളാണ്. RSSന്റെ ആഭ്യന്തര ശത്രുക്കളിൽ മുസ്ലിങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കുമൊപ്പം ക്രിസ്ത്യാനികളുമുണ്ടെന്ന് തിരിച്ചറിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെട്ടത് സംബന്ധിച്ച് മുസ്ലിം ലീഗ് മറുപടി പറയണം. വഖഫ് സ്വത്തിന്റെ വിനിയോഗം സംബന്ധിച്ച് MA നിസാർ കമ്മീഷന്റെ കണ്ടെത്തലുകൾ മുസ്ലിം ലീഗിനെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ്. RSS അജണ്ടകൾക്കെതിരെ മതനിരപേക്ഷ ചേരി കരുത്താർജിക്കണമെന്ന് ജയരാജൻ പറഞ്ഞു. BJP സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി പ്രകാരം വഖഫ് സ്വത്തുകൾ കൈകാര്യം ചെയ്യാനുള്ള ബോർഡിനകത്ത് ഇസ്ലാമേതര വിശ്വാസികളെ കൂടി നോമിനേറ്റ് ചെയ്യാൻ വ്യവസ്ഥപ്പെടുത്തിയിരിക്കുക BJP അല്ലേ? എന്താ പിണറായി സർക്കാർ ചെയ്തത്? പിണറായി സർക്കാർ പറഞ്ഞു ഈ വഖഫ് ബോർഡിൽ ആകെ നിയമനം തസ്തികൾ എന്ന് പറയുന്നത് 128 തസ്തികളെ ഉണ്ടാവും. അത് സ്ഥിര നിയമനം എന്ന് പറഞ്ഞാൽ ഒരു 50 തസ്തിക. അപ്പൊ ആ നിയമനം സംബന്ധിച്ച് ഗവൺമെന്റിന് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിയമനം സുതാര്യമായിട്ടല്ല നടത്തുന്നത്. കാരണം വഖഫ് ബോർഡിന്റെ നിയന്ത്രണം ആരുടെയൊക്കെയായിരുന്നു കൂടുതൽ കാലം? ലീഗുകാർ അല്ലേ? അപ്പോ കുടലിലാക്കുക, പണം മേടിക്കുക, പണം മേടിച്ച് നിയമനം നടത്തുക, ഇതാണ് വഖഫ് ബോർഡിൽ നടന്നിരുന്നത്. അതുകൊണ്ട് പിണറായി ഗവൺമെന്റ് തീരുമാനിച്ചു ഇത് സുതാര്യമായിരിക്കണം നിയമനം. അതുകൊണ്ട് പബ്ലിക് സർവീസ് കമ്മീഷന് വിടുന്നു. ഈ 50-ൽ താഴെ സ്ഥിര നിയമനത്തിനുള്ള കാര്യം പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കണം എന്ന് തീരുമാനിച്ചതിന്റെ പേരിൽ ഈ നാട്ടിൽ ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, സർവ മതസംഘടനകളും എന്തായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്? ഈ മാസം അവസാനം വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ കുത്തുവാ പ്രസംഗം നടത്തുമ്പോൾ പിണറായി വിരുദ്ധ പ്രസംഗം നടത്താൻ അല്ലേ? അതിനല്ലേ തീരുമാനിച്ചത്? ഞാൻ ഇവിടുത്തെ ലീഗുകാരോട് ചോദിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, സർവ മുസ്ലിം സംഘടനകളുണ്ട്. അവരെയൊക്കെ ലീഗ് അണിനിരത്തിയിട്ട് പറഞ്ഞു ഈ ഗവൺമെന്റിനെതിരായിട്ട്, പിണറായിക്കെതിരായിട്ട് മുസ്ലിം വികാരം ഉയർത്തണം. അതിനെന്താ മാർഗം? വഖഫ് അല്ലേ? അനുസ്മരണ ദിനാചരണത്തിന്റെ ഭാഗമായി CPIM പൊന്നാനി ഏരിയ കമ്മിറ്റി വിവിധങ്ങളായ പരിപാടികളാണ് ഏരിയയ്ക്കു കീഴിൽ നടത്തിയത്. മുഴുവൻ ബ്രാഞ്ചുകളിലും പ്രഭാതപേര് നടത്തുകയും പ്രാദേശിക തല അനുസ്മരണ യോഗങ്ങൾ സംഘടിപ്പിച്ചു. വൈകിട്ട് പൊന്നാനി ബസ് സ്റ്റാൻഡിൽ വെച്ച് അനുസ്മരണ പൊതുയോഗത്തിൽ CP മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. P നന്ദകുമാർ MLA, അഡ്വക്കേറ്റ് PK ഖലീമുദ്ദീൻ, TM സിദ്ദീഖ്, MA ഹമീദ്, അഡ്വക്കേറ്റ് E സിന്ധു, സുരേഷ് കാക്കനാത്ത്, ഇന്ദിര എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതിന്റെ മുന്നോടിയായി കോടതിപ്പടി മുതൽ പൊന്നാനി ബസ് സ്റ്റാൻഡ് വരെ റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും നടന്നു. PGTV ന്യൂസ് പൊന്നാനി. 2 പതിറ്റാണ്ടിലധികമായി തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ എന്നും പുതുമകൾ നിറച്ച സൻഹ ഫാഷൻ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാൻ പുതുപുത്തൻ കളക്ഷനുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു. വെഡിംഗ് വെയർസ്, പാർട്ടി വെയർസ്, ജെന്റ്സ് വെയർസ്, കിഡ് വെയർസ്, ഡെയിലി വെയർസ് തുടങ്ങിയവയുടെ വൻ ശേഖരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇനി എല്ലാ ആഘോഷങ്ങളിലും സൻഹയുടെ സ്പർശം തുടിക്കട്ടെ. സൻഹ ഫാഷൻസ്, തിരൂർ. സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ.